Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. നമുക്ക് ഒത്തിരി സ്വീറ്റ്സ് ഉണ്ടാക്കാനായാലും അല്ലെങ്കിൽ കറികൾക്കായാലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറംഭാഗത്തുള്ള ആ ഒരു ബ്രൗൺ കളർ നമുക്ക് കത്തി വെച്ചിട്ടോ പീലർ വെച്ചിട്ടോ ഒന്ന് പീൽ ചെയ്ത് കളയണം കേട്ടോ. കാരണം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ആ അത്രയും വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൗൺ കളറ് ചെത്തിക്കളയുന്നത്. അപ്പോൾ ഞാൻ 2 പീസിൻ്റെയും ബ്രൗൺ കളർ മുഴുവൻ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ചെറിയ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകി തുടച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുത്താൽ മതി. എന്നിട്ട് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ നാളികേരമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നനവൊന്നും ഇല്ലാണ്ട് വേണം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നാളികേരം അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നാളികേരം മുഴുവൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് അത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കൽ നിർത്താൻ പാടില്ല. കാരണം അങ്ങനെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ അത് ഡ്രൈ ആക്കി എടുക്കുക. ഒരു 5-6 മിനിറ്റ് മതി. അപ്പോഴേക്കും നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡി ആവും. അങ്ങനെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നല്ല ഫൈനായിട്ടുള്ള പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി സ്വീറ്റ്സ് ഉണ്ടാക്കാനായാലും കറികൾ ഉണ്ടാക്കാനായാലും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇനി ഇത് നമുക്ക് ഒരു ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം വരെയൊക്കെ ഇത് കേടാവാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇതിന്ന് എടുത്ത് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.